എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കഥ ഇന്ന് പറഞ്ഞു തരാം. കഥയുടെ പേര് വാസനാവികൃതി. പാരമ്പര്യവശാൽ കള്ളനാകേണ്ടി വന്ന ഒരാളുടെ കഥയാണിത്. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ എന്ന ആളാണ് ഈ കഥ എഴുതിയിരിക്കുന്നത്. 1891 എഴുതിയ കഥ ആണിത്. മലയാള ചെറുകഥാ സാഹിത്യത്തിലെ ആദ്യത്തെ ചെറുകഥയാണ്. വാസനാവികൃതി. പാരമ്പര്യവശാൽ കള്ളനാകേണ്ടി വന്ന ഒരാൾ തൻ്റെ തന്നെ മണ്ടത്തരം കൊണ്ട് ജയിലിൽ കഴിയേണ്ടി വന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ കഥ എഴുതിയിരിക്കുന്നത്. ഇക്കണ്ടക്കുറുപ്പ് എന്നാണ് ഇതിലെ കഥാനായകൻ്റെ പേര്. കഥ സ്വകഥാഖ്യാനമാണ്, തന്നോട് തന്നെ കഥ പറയുക. അങ്ങനെയാണ് ഈ കഥ എഴുതിയിട്ടുള്ളത്. 6 മാസം ജയിൽ തടവും 10 അടിയും മേടിച്ച് ഞാനിതാ പുറത്തു വന്നിരിക്കുന്നു. ദൈവം നിശ്ചയിച്ചതുകൊണ്ടോ ഏതെങ്കിലും പോലീസ് ഓഫീസറുടെ അതിസാമർഥ്യം കൊണ്ടോ അല്ല ഞാൻ ജയിലിൽ പോകേണ്ടി വന്നത്. പിന്നെയോ എൻ്റെ തന്നെ മണ്ടത്തരം കൊണ്ടാണ്. ഞാൻ ഇനി ഈ തൊഴിലിന് യോഗ്യനല്ല. ഇത് എൻ്റെ പൂർവികർക്ക് അപമാനത്തിനാണ് ഇടവരുത്തുക. എൻ്റെ വീട് കൊച്ചിക്കടുത്താണ്. ഇക്കണ്ടക്കുറുപ്പ് എന്ന് എനിക്ക് പേരിട്ടിട്ടുള്ളത് അമ്മത്താവഴിയിലെ ഒരു 4 തലമുറ മുന്നേയുള്ള ഒരു അമ്മാവൻ്റെയും എൻ്റെ ഒരു മുതുമുത്തച്ഛൻ്റെയും പേരാണ്. അമ്മത്താവഴിയിലുള്ള ഇക്കണ്ടക്കുറുപ്പ് ഒരു കള്ളനായിരുന്നു. മുതുമുത്തച്ഛനും കുറച്ചൊരു ആ സ്വഭാവമുള്ള ആൾ തന്നെ. അവരുടെ ഓർമ്മയ്ക്കാണ് എൻ്റെ ഈ പേരിട്ടതെങ്കിലും ആ സ്വഭാവം, ആ വാസന എന്നിലില്ലാതിരിക്കാൻ വേണ്ടി എന്നെ വളർത്തുന്നവരെ കുറച്ചൊന്ന് പരിശ്രമിച്ചിട്ടുണ്ട്. അവരതിൽ പരാജയപ്പെട്ടു എന്നുള്ളത് അവരുടെ കുറ്റമല്ല. ആ കളവെന്ന വാസന എന്നിൽ ഉണ്ട്.